അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് കൂട്ടുകാർ എല്ലാവരും പാഠഭാഗം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. പാഠഭാഗം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം, കോളത്തിൽ ചരിത്രത്തിന് ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. കരുണ ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടത്. ഓപ്ഷൻസ്: മാതാപിതാക്കൾ, അയൽവാസികൾ, കൂട്ടുകാർ. ചരിത്രം: മാതാപിതാക്കൾ. 2. സദഖയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നത്. ഓപ്ഷൻസ്: മിതവ്യയം, അമിതവ്യയം, ദുരാഗ്രഹങ്ങൾ. ചരിത്രം: ദുരാഗ്രഹങ്ങൾ. 3. ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി. ആരാണ്? ഓപ്ഷൻസ് നോക്കൂ. ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹിസ്സലാം. ചരിത്രം: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 4. ആദ്യമായി അല്ലാഹു തആല പടച്ചത്. ഓപ്ഷൻസ്: ആദം അലൈഹിസ്സലാം, സ്വർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100. ചരിത്രം ഏതാണ്? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100. 5. കാൽപാദം എന്നാണ് അർത്ഥം. ഏതിൻ്റെ അർത്ഥമാണത്? ഓപ്ഷൻസ്: ഖദമുൻ, മിർഫഖ്, ഇസ്ബഅ്. ചരിത്രം: ഖദമുൻ. ഇനി 6. ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല. ഓപ്ഷൻസ്: അൽ കുർസി, അൽ ഖയ്യൂം, അദ്ദുസൂർ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് അല്ലാഹു തആലയുടെ പേരുകളിൽപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. ചരിത്രം: അൽ ഖയ്യൂം. ഇനി അടുത്തത്, ചേറുംപടി ചേർക്കുക. 7. മൂസ അലൈഹിസ്സലാം. 8. ഈസാ അലൈഹിസ്സലാം. 9. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 10. യൂസുഫ് അലൈഹിസ്സലാം. 11. സ്വാലിഹ് അലൈഹിസ്സലാം. ഇപ്പുറത്ത് നോക്കൂ. എ. ചന്ദ്രനെ പിളർത്തി. ബി. വടിപ്പാമ്പാക്കി. സി. സ്വപ്നവ്യാഖ്യാനം. ഡി. അത്ഭുത ഒട്ടകം. ഇ. മരിച്ചവരെ ജീവിപ്പിച്ചു. റൈറ്റ് സൈഡിൽ നബിമാരുടെ പേരുകളും ലെഫ്റ്റ് സൈഡിൽ ഓരോ നബിമാരുടെയും മുഅ്ജിസത്തുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. അപ്പോൾ 7 മൂസ അലൈഹിസ്സലാം, അതിന് ചരിത്രം ബി. വടിപ്പാമ്പാക്കി. 8 ഈസാ അലൈഹിസ്സലാം. ചരിത്രം ഇ. മരിച്ചവരെ ജീവിപ്പിച്ചു. 9 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം എ. ചന്ദ്രനെ പിളർത്തി. 10 യൂസുഫ് അലൈഹിസ്സലാം. ചരിത്രം സി. സ്വപ്നവ്യാഖ്യാനം. 11 സ്വാലിഹ് അലൈഹിസ്സലാം. ചരിത്രം ഡി. അത്ഭുത ഒട്ടകം. ബി, ഇ, എ, സി, ഡി. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. 12 അറിവ് പഠിക്കുന്നവർക്ക് ഡാഷ് കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് മലക്കുകൾ. അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. 13 സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്ക് ഡാഷിലെ പ്രയാസം എളുപ്പമാകും. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖബറിലെ. സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്ക് ഖബറിലെ പ്രയാസം എളുപ്പമാകും. 14 ഹിജ്റയുടെ ഡാഷ് വർഷത്തിലാണ് ഫത്ഹ് മക്കയുണ്ടായത്. അവിടെ പൂരിപ്പിക്കേണ്ടത് 8-ാം. ഹിജ്റയുടെ 8-ാം വർഷത്തിലാണ് ഫത്ഹ് മക്കയുണ്ടായത്. 15 ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത് ഡാഷ് നൽകിയാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് അറിവ്. ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. 16 അദ്ദാസുർ റജുലു മിൻ അഹ്ലി ഡാഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് നീനവ. അദ്ദാസുർ റജുലു മിൻ അഹ്ലി നീനവ. 17 കം ദവാ അല്ലിൽ ഖൽബ്. ദവാ ഉൽ ഖൽബി ഡാഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖംസത്തുൻ.
കം ദവാ ലിൽ ഖൽബ് ദവാ ഉൽ ഖൽബി ഖംസത്തുൻ. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 തിന്മകളുടെ മാതാവ്. ഉത്തരം മദ്യം. 19 മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ മുഖ്യമായത്. ഉത്തരം ഇൽമ്. 20 അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ഉണ്ടായിരുന്ന ഈത്തപ്പനത്തോട്ടം. ഉത്തരം ബൈറുഹാ. 21 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ ജനങ്ങളെ ശാന്തരാക്കിയ വ്യക്തി. ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 22 വിചാരണയ്ക്ക് ശേഷം കർമ്മങ്ങൾ തൂക്കുന്നത്. ഉത്തരം മീസാനിൽ. 23 മഹ്ശറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗള്. ഉത്തരം ഹൗലുൽ കൗസർ. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സർപ്പം കുത്തിയപ്പോൾ വിഷം ഇറങ്ങി വേദന ശമിച്ചത് എങ്ങനെ? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട ഉമിനീർ പുരട്ടിയപ്പോൾ. 25 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി ഉരുവിട്ടത് എന്തായിരുന്നു? ഉത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹു ഫിർ റഫീഖിൽ അഅ്ലാ. 26 എണ്ണവും സജ്ജീകരണവും കുറവായിട്ടും മുസ്ലിങ്ങൾ ബദറിൽ വിജയിച്ചു. കാരണമെന്ത്? ഉത്തരം അടിയുറച്ച ഈമാനോടെ മുസ്ലിങ്ങൾ ശത്രുക്കളെ നേരിടുകയും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സഹായിക്കുകയും ചെയ്തതുകൊണ്ട്. 27 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ ജുമാ നിർവഹിച്ചത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ബനു സാലിം ബിനു ഔഫിന്റെ സ്ഥലത്ത് വെച്ചായിരുന്നു. 28 ആളുകളെ എങ്ങനെയാണ് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നത്? ഉത്തരം വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ ചലാകർമ്മം ചെയ്യാതെയുമാണ് ആളുകൾ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നത്. 29 മാദ അമറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുഖറാ അൽ മുഹാജിരീൻ. ഉത്തരം തുസബ്ബിഹൂന വതുകബ്ബിറൂന വതുഹമ്മിദൂന ദുബറ കുല്ലി സ്വലാത്തിൻ സലാസ വസലാസീന മറത്ത. 30 ഞാൻ ഇന്ത്യക്കാരനാണ്. അറബിയിലാക്കി എഴുതുക. ഉത്തരം അനാമിൻ അഹ്ലിൽ ഹിന്ദ്. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31 എങ്ങനെയാണ് നാം പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? അപ്പം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തിരുസുന്നത്തിനെയും സംരക്ഷിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്ഥാനം മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ പ്രധാന വശങ്ങളാണ്. 32 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. ഉത്തരം സഫർ മാസം അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പനി ബാധിച്ചത്. രോഗം കഠിനമായപ്പോൾ ആയിഷ ബീവിയുടെ വീട്ടിൽ താമസമാക്കി. മസ്ജിദിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. ഈ ദിവസത്തിന് ശേഷം എനിക്ക് വിഷമമില്ല മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെ സമാധാനിപ്പിച്ചു. ആയിഷ ബീവിയുടെ ശരീരത്തിൽ ചാരിയിരുന്ന് മിസ്വാക്ക് ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹു ഫിർ റഫീഖിൽ അഅ്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകം പോകി. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയായിരുന്നു അത്. ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ സ്വഹാബികൾ ഒരുമിച്ച് കൂടി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ജനാസ നിസ്കരിച്ചു. വഫാത്തായ സ്ഥലത്ത് തന്നെ ബുധനാഴ്ച രാത്രി മറവ് ചെയ്തു. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.